ഇടുക്കി കുമളി കമ്പം പാതയിൽ വീണ്ടും അപകടയാത്ര. യുവാവ് കാറിന്റെ സൺറൂഫിന് മുകളിലിരുന്ന് യാത്ര ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ആലപ്പുഴ രജിസ്ട്രേഷനിലുള്ള കാറിലാണ് അപകടയാത്ര. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, ഇത് എന്തൊരു കഷ്ടമാണ് ഇതല്ലേ, എത്ര പറഞ്ഞാലും ഈ കുട്ടികൾക്ക് ഇത് മനസ്സിലാവുന്നില്ലല്ലോ. അതെ അതെ, അങ്ങനെ തന്നെയാണ്. കാരണം ഇതൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് കേരള അതിർത്തി കടന്നതിന് ശേഷമാണ് ഇവരുടെ ഈ അഭ്യാസ പ്രകടനം എന്നുള്ളതാണ്. സാധാരണ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആളുകൾ വന്ന് മൂന്നാർ ഗ്യാപ്പ് റോഡിലൊക്കെ അഭ്യാസ പ്രകടനവും കാറിന്റെ ഡോറിലിരുന്ന് യാത്ര ചെയ്യുന്നൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെ നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ആലപ്പുഴ രജിസ്ട്രേഷനുള്ള വാഹനം കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിലൂടെ കുമളി ചെക്ക് പോസ്റ്റ് കടന്ന് കമ്പം റൂട്ടിലേക്ക് കടക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടകരമായ രീതിയിലുള്ള യാത്ര എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സൺറൂഫ് ഉള്ള കാറാണ്, പക്ഷെ അതിന്റെ മുകളിൽ കയറിയിരുന്ന് യാത്ര ചെയ്യാൻ യാതൊരു വിധത്തിലും നിയമം അനുശാസിക്കുന്നതല്ല, അല്ലെങ്കിൽ അത് കുറ്റകരമായിട്ടുള്ള കാര്യം തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമം പരിശോധിച്ചു കഴിഞ്ഞാൽ. എന്തായാലും അത്തരത്തിൽ ആ സൺറൂഫിൽ കയറി ഇരുന്നതിന് ശേഷം ആ ഷർട്ടൊക്കെ ഉൾപ്പെടെ ഊരി അത് പറത്തിക്കൊണ്ടാണ് അപകടകരമായ രീതിയിൽ തനിക്ക് യാതൊരു പ്രശ്നവുമില്ല, എന്തു വന്നാലും നേരിടാം എന്നുള്ള രീതിയിൽ ഈ യുവാവിരുന്ന് യാത്ര ചെയ്യുന്നത്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽ ഈ ദൃശ്യങ്ങൾ പെടുത്തുകയാണ്. ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞത്. രാഹുൽ, ഈ കേരളത്തിലല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ കേസെടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു അല്ലെ, പരിമിതി ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഒരുപക്ഷെ കേസെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കേരള രജിസ്ട്രേഷനുള്ള വാഹനമാണ്. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കേരളത്തിലായതുകൊണ്ട് തന്നെ അതിന്റെ നിയമലംഘനങ്ങൾക്കൊക്കെ കേരളത്തിൽ നടപടിയെടുക്കുന്നതിന് തടസ്സമുണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, തമിഴ്നാട് അതിർത്തിയിലേക്ക് കടന്നത് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് സമാനമായ രീതിയിലുള്ള അപകടയാത്ര നടന്നിട്ടുണ്ട് എന്നുള്ളത് മോട്ടോർ വാഹന വകുപ്പ് ഈ CCTV ക്യാമറ ഉൾപ്പെടെ വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ രീതിയിലും കേസെടുക്കാം. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മനുഷ്യ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സുരക്ഷയും നിയന്ത്രണങ്ങളും ഒക്കെ വയ്ക്കുന്നത്. അതാണ് ഇവർക്ക് മനസ്സിലാകാത്തത്. ഒരു വലിയ അപകടം ഉണ്ടായതിനു ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്.